അടക്കയുടെ തോട് കൊണ്ടും പാള കൊണ്ടും കവുങ്ങിൻ്റെ പട്ട കൊണ്ടും ഒറിജിനൽ ഇല കൊണ്ടും കമ്പത്തോട് കൊണ്ടും നമുക്ക് കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കാം. ഇതിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് അടക്കയുടെ തോട് കൊണ്ടുള്ള ഫ്ലവറാണ്. ഇത് അടക്കയുടെ തൊണ്ടാണ്. അടക്കയുടെ തൊണ്ട് എന്ന് പറഞ്ഞാൽ മൂക്കുന്നതിൻ്റെ മുന്നേ കൊഴിഞ്ഞു പോകുന്ന അടക്കയാണ് പൈങ്ങടക്ക എന്ന് ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുന്നതാണ്. ഈ മൂക്കുന്നതിൻ്റെ മുന്നേ കൊഴിഞ്ഞു പോകുന്ന അടക്കയെ നമ്മളിങ്ങനെ ഒരു പൂക്കളാക്കി എടുക്കുന്ന രീതിയിലേക്ക് കിട്ടുകയുള്ളൂ. പൈങ്ങടക്ക എന്നാണ് ഞങ്ങളുടെ നാട്ടിലേക്ക് പറയുക. അതല്ലാതെ ഒറിജിനൽ അടക്കയുടെ ഇതുകൊണ്ട് നമുക്കിത് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ പൈങ്ങടക്കൻ്റെ തോട് കൊണ്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്യാൻ പോകുന്നത്. അതിനാവശ്യമായത് നൂല്, ഗ്രീൻ ടേപ്പ്, വിത്താണിത്, ചോളത്തിൻ്റെ വിത്താണ്, അതാണ്. പിന്നെ ഈർക്കിളി. ഇതിനോണ്ട് നമ്മൾ എങ്ങനെയാണ് പൂക്കൾ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. നമുക്ക് തുടങ്ങാം. ഏത് വിത്ത് ഉപയോഗിക്കട്ടെ, ഈ ചോളത്തിൻ്റെ തന്നെ വേണമെന്നില്ല. ഈ ചീരൻ്റെ വിത്തൊക്കെ ഉപയോഗിക്കാം. പിന്നെ ചീരൻ്റെ വിത്ത് എന്തെങ്കിലും ഒരു മുത്തുകളൊക്കെ വെച്ച് ചെയ്യാം. ഞാൻ ഇത് ഉപയോഗിക്കുന്നത് ഈ വിത്ത് ഉപയോഗിച്ചിട്ടാണ്. കാരണം ഇതൊരുപാട് വർഷം കാലങ്ങളോളം വീട് നിൽക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിട്ട് തന്നെ ഇപ്പോൾ 2 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇത് പിന്നെ ഇങ്ങനെ ഇങ്ങനെ കിട്ടിയതിന് ശേഷം നമ്മൾ അടക്കയുടെ തോട്, ഈ പൈങ്ങടക്കയാണ്, പൈങ്ങടക്കയുടെ തോടിൻ്റെ ഉള്ളിൽ കായ പോക്കിയതിന് ശേഷം ഈ പൈങ്ങടക്ക ഇങ്ങനെ തന്നെ ഉണ്ടാവുക. അപ്പോൾ ഇത് പിന്നെ അങ്ങോട്ട് തിരിച്ച് കൊടുക്കുന്ന പണിയുള്ളൂ. എന്നിട്ട് പിന്നെ ഇവിടുന്ന് ഈ മുകളിലുള്ള വേസ്റ്റുകൾ നമ്മൾ ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. വേസ്റ്റുകളൊക്കെ ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ ഈർക്കിളി ഇതിലൂടെ ഇട്ട് കൊടുക്കണം ചെയ്യും. ഈർക്കിളി ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ ഈ നൂല് കൊണ്ട് കെട്ടുക. ഗ്രീൻ ടേപ്പ് കൊണ്ട് ഇവിടെ ചുറ്റി ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ കളറിലിട്ട് മുക്കുകയാണ് ചെയ്യുന്നത്. മുക്കുന്ന രീതി കാണിക്കും. ഈ പൂക്കൾ ഇനി നമുക്ക് കളറിൽ മുക്കിയെടുക്കാം. ഇത് വാട്ടർ കളറാണ്. ഈ വാട്ടർ കളർ നമ്മൾ പൂക്കൾ അതിൽ മുക്കിയതിന് ശേഷം മുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് മുക്കി നോക്കാം. മുക്കിയതിന് ശേഷം നമ്മളിത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് വർഷം, ഒരു 4-5 കൊല്ലം ഇതിങ്ങനെ കേടുകൂടാതെ നിൽക്കും. നല്ല ഉണക്കിയതിന് ശേഷം എടുത്ത് വെച്ചാൽ എല്ലാം മുന്തി പൂത്തു പോകും. ഇത് മഞ്ഞ കളറാണ്. നമുക്ക് പകുതി മഞ്ഞയിലേക്ക് ഇട്ട് മുക്കിയിട്ട് ചെയ്യാം. നമ്മൾ മഞ്ഞയാണ് ഇനി മുക്കാൻ പോകുന്നത്. ഇത് കണ്ട ചുവപ്പ് നിറം ഉണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് മഞ്ഞയിലേക്ക് കുറച്ച് ചുവപ്പ് കലർത്തിയിട്ടാണ് ചെയ്യുക. അല്ലെങ്കിൽ അത്ര മഞ്ഞ, ഗോൾഡൻ മഞ്ഞ കിട്ടില്ല.
ഞാൻ ചെയ്യുന്നത്. ഇത് ഉണങ്ങുമ്പോൾ നല്ല ഭംഗിയായിട്ട് വരും. ഇത് 2 കളർ നമ്മൾ മുക്കിയെടുത്തു. ഇനി അത് നമുക്ക് ഉണക്കിയതിന് ശേഷമുള്ള പൂക്കൾ ഇനി നമുക്ക് കാണാം.